ബീഹാറിൽ കരുത്ത് കാട്ടാൻ ഇടതു പാർട്ടികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മികച്ച സ്ട്രൈക്ക് റേറ്റിന്റെ ആത്മവിശ്വാസത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത്തവണ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അവരുടെ പ്രചാരണവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള മണ്ണാണ് ബീഹാർ. കർഷക ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ ബീഹാറിലെ ആര, ജഹനാബാദ്, സിക്ത തുടങ്ങിയ മണ്ഡലങ്ങൾ CPIML-ന്റെ ശക്തി കേന്ദ്രമാണ്. പിപ്ര, ഭംഗ തുടങ്ങിയ മണ്ഡലങ്ങളിൽ CPI-ക്കും വലിയ സ്വാധീനമുണ്ട്. മധുബനിയും ബെഗുസരായും ഇടതു കേന്ദ്രങ്ങളാണ്. ബീഹാറിലെ ഇടതുവേരോട്ടം RJD കോൺഗ്രസ് സഖ്യത്തിന് കരുത്തേകം. There used to be a period when the CPI used to be really strong in Bihar till the 70s. In terms of movement, struggles, the left has always had a very strong presence. But in the electoral arena, the left presence got weakened between 2010 and 2020. And it has come back, we have revived again. ബീഹാറിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇന്ന് ഇടതു പാർട്ടികളുടെ സ്വാധീനമുണ്ട്. CPI बिहार के अंदर 243 विधानसभा हैं. सभी विधानसभा क्षेत्रों में CPI का मजबूत जनाधार है, संगठन है और बिहार के 38 जिलाओं में हमारा जिला कमेटियां हैं. 2020 തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 51 മണ്ഡലങ്ങളിലും കടുത്ത പരാജയം നേരിട്ടപ്പോൾ 27 സീറ്റുകളിൽ മത്സരിച്ച ഇടതു പാർട്ടികൾ 19 ഇടങ്ങളിലാണ് ചെങ്കൊടി പാറിച്ചത്. ഇടതു പാർട്ടികൾക്ക് കൂടുതൽ സീറ്റ് അനുവദിക്കുന്നത് മഹാസഖ്യത്തിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട്. തൊഴിലില്ലായ്മയും കർഷകരുടെ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ ദാരിദ്ര്യവും ഉയർത്തിക്കാട്ടി പ്രചരണം ശക്തമാക്കാനാണ് ഇടതു പാർട്ടികളുടെ തീരുമാനം. ബീഹാറിന്റെ ഗ്രാമീണ മേഖലകളിൽ ഇടതു പാർട്ടികൾക്ക് വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെപ്പോലും ഞെട്ടിച്ചാണ് ഇടതു പാർട്ടികൾ ചെങ്കൊടി പാറിച്ചത്. ബീഹാറിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.